നമ്മുടെ കർത്താവ് മാറ്റമില്ലാത്തവനായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും അവൻ നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവമായി, നമ്മെ വഴി നടത്തുന്ന ദൈവമായി നമ്മളോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം പ്രൈസ് ഹല്ലേലൂയ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന് ആധാരമായിട്ട് ചില ചിന്തകൾ ദൈവജനവുമായിട്ട് പങ്കുവെക്കുവാനാണ് ഇന്ന് പകൽക്കാലം കർത്താവിൽ അടിയൻ ശരണപ്പെടുന്നത്. ആവർത്തന പുസ്തകം ഡിട്രോണമി ചാപ്റ്റർ 8, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന് ആധാരമാക്കി പ്രൈസ് ഹല്ലേലൂയ ചില കാര്യങ്ങൾ ദൈവവചനപ്രകാരം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഇന്ന് പകൽക്കാലം അടിയൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതം പ്രൈസ് ഹല്ലേലൂയ നാം വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായിരിക്കുന്നതായ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. പലവിധമായ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയൊക്കെ ദൈവജനം കടന്നു പോകുവാൻ ഇടയുള്ളതായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ വ്യക്തിജീവിതങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുവാറുള്ളത്, ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വന്നിട്ട് അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാനായിട്ട് ആരംഭിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങളും ഈ പ്രതിസന്ധികളും ഞാൻ ആഗ്രഹിക്കാത്തതായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് എന്ന് ഒരുപക്ഷെ പലപ്പോഴെങ്കിലും ഇപ്പോഴല്ല മുൻകാലഘട്ട അനുഭവങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ സംഭവിക്കുന്നതായ സമയത്ത് ഈ പ്രതികൂലങ്ങൾ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പ്രതികൂലം ദൈവം അനുവദിച്ചിട്ടാണോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഒക്കെ പലവിധമായ ചിന്തകൾ ദൈവജനത്തെ ഭരിക്കാറുണ്ട്. Why it is happening in my life? If God is giving permission to such kind of things to happen in my life, what is the benefit of the trials and temptation in my life? എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരകരമായ ഒരു പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുവാൻ ഇടയായി തീരുന്നത് എന്ന് ചുരുക്കം ചിലരെങ്കിലും ജീവിതത്തിൽ ചിന്തിക്കുന്നതായ ഒരു സമയമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന് ആധാരമാക്കി ഇസ്രയേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തിയ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ദൈവം അവരെ മരുഭൂമിയിൽ കൂടെ നടത്തിയപ്പോൾ ആ മരുഭൂമിയിൽ കൂടെ ഇസ്രയേൽ ജനം കടന്നു പോയപ്പോൾ ദൈവം അതിലൂടെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ എന്താണ്? When the people of Israel, they were in the wilderness, when they faced the wilderness in their life, what was the God intention behind that wilderness journey? ദൈവത്തിൻ്റെ ആ മരുഭൂപ്രയാണത്തിൻ്റെ പുറകിൽ ദൈവത്തിനുള്ളതായ ചില പദ്ധതികളെ പറ്റിയാണ് ആവർത്തന പുസ്തകം 8-ാം അധ്യായം നമ്മളോട് പറയുന്നത്. 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരുടെ സത്യദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. അവിടെ 1-ാമത്തെ വാക്യത്തിൽ ആവർത്തന പുസ്തകക്കാരൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടക്കണം. 1-ാമത്തെ വാക്യത്തിൽ the God is giving a commandment.
അവിടെ പറയുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായ ദേശം ചെന്ന് കൈവശമാക്കേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടക്കണമെന്നാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം ആദ്യം കൊടുക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകല പ്രമാണങ്ങളും നീ പ്രമാണിക്കണം, സകല കൽപ്പനകളും നീ അനുസരിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഒന്നാമതായിട്ട് പറയുന്നത്, നിന്റെ പിതാക്കന്മാരോട് പ്രോമിസ് ചെയ്തതായ വാഗ്ദത്ത ദേശം പ്രാപിക്കണമെങ്കിൽ നീ എന്തു ചെയ്യണം? എൻ്റെ സകല കൽപ്പനകളെയും പ്രമാണിച്ചു നടക്കണം. എന്നാൽ രണ്ടാമതായിട്ട് ഇവിടെ ദൈവം പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയോ ഇല്ലയോ എന്ന് അറിയുവാനും നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തി. നോക്കണമേ, ഇസ്രായേൽ ജനത്തെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടെ നടത്തിയതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇസ്രായേലെ നിന്നെ ഒന്ന് താഴ്ത്തുവാൻ. രണ്ടാമതായിട്ട് പറയുന്നു, ദൈവം തന്നതായ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് അറിയുവാൻ. മൂന്നാമതായിട്ട് പറയുന്നു, നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായിട്ട് ദൈവം ഇസ്രായേലിനെ 40 വർഷം എന്തു ചെയ്തു? മരുഭൂമിയിൽ കൂടെ നടത്തി. അപ്പം ചിന്തിച്ചാട്ടെ, ദൈവം തൻ്റെ ജനത്തെ പരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം തൻ്റെ ജനത്തെ പ്രതികൂലങ്ങളിലൂടെ നടത്തുന്നതിന് ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് ഈ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ ദൈവത്തിനുണ്ടായിരുന്നതായ ചില ഉദ്ദേശങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതൊന്ന് വായിച്ചാട്ടെ. സെക്കൻഡ്. Remember how the Lord your God led you on this long journey through the desert the past 40 years, sending hardship to test you so that he might know what you intended to do and whether you would obey his command. ദൈവത്തിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയുവാൻ ദൈവം അവരെ എന്ത് ചെയ്തു? 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടത്തി. അടുത്തതായിട്ട് പറയുന്നത്, നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്ന് അറിയുവാൻ. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ദൈവം ഇസ്രായേലിൻ ജനതയുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നതിന് വേണ്ടി അവരെ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടത്തി. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം അനുഭവിക്കുന്നതായ പ്രതികൂലങ്ങളിലൂടെ, അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന വേദനയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്, ദൈവം ഉദ്ദേശിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അത് പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്തുന്നതിനും, അത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ എന്താണ്, നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ എന്തു ചെയ്യുന്നത്? പ്രതികൂലങ്ങളിലൂടെ കടത്തിവിടുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മെ പരീക്ഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്നതായ, ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രതികൂലങ്ങൾ
ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്നതായ സഫറിങ്സ് അതെന്തിനാണെന്നറിയാമോ? ദൈവം നമ്മെ അതിൻ്റെ പിന്നിൽ ഒരു ദൈവോദ്ദേശമുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പലപ്പോഴും ദൈവജനത്തിനും വിശ്വാസികൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നതാണ് അവർ അനുഭവിക്കുന്നതായ ആ പ്രതികൂലത്തിൻ്റെ പിന്നിലുള്ളതായ ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണ്, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതല്ല. എന്നാൽ ദൈവജനം നാം കടന്നു പോകുന്നതായ വേദനയുടെ, നാം കടന്നു പോകുന്നതായ പ്രതികൂലങ്ങൾ, അല്ലെങ്കിൽ നാം നിങ്ങളും അനുഭവിക്കുന്നതായ ഈ കാര്യങ്ങൾക്ക് പിന്നിലുള്ളതായ ദൈവോദ്ദേശം, ദൈവത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പ്രതികൂലത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇപ്രകാരമാണ്: അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ ഭോഷിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലേ? ഇത് മനസ്സിലാക്കേണ്ടത് കണ്ടോ. അവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും, എന്നിട്ട് അടുത്തത് പറയുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പാൻ, എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? 40 വർഷക്കാലം അവരെ പ്രൈസലോ മരുഭൂമിയിൽ കൂടെ നടത്തിയത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ കേവലം മനസ്സിലാക്കുന്നത് 40 വർഷക്കാലം വെറും അല്പസമയം കൊണ്ട് കനാൻ ദേശത്ത് പ്രവേശിക്കേണ്ടതായ ദൈവജനം, നാം കേട്ടിട്ടുള്ളത് 40 വർഷക്കാലം അവർ മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു. വളരെ നിസ്സാരമായിട്ടാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. 40 വർഷം മരുഭൂമിയിൽ കൂടെ ദൈവത്തിന് നടത്തുവാൻ ഇസ്രായേൽ ജനത്തിന് ദൈവം നടത്തിയെങ്കിൽ ആ നടത്തിപ്പിൻ്റെ പിന്നിലുള്ളതായ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുവാൻ പറ്റും എന്ന് ഇസ്രായേൽ ജനത്തെ ഗ്രഹിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാ. നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മെ ആ പ്രത്യേക സാഹചര്യത്തിലൂടെ ദൈവം നടത്തുന്നു. ആ പ്രത്യേക പ്രതികൂലത്തിലൂടെ, ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ പലപ്പോഴും നാം കടന്നു പോകുമ്പോൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, ചില പ്രത്യേക കാര്യങ്ങൾ ദൈവത്തിന് എന്നെ പഠിപ്പിക്കുവാനുണ്ട്. ചില പ്രത്യേക കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മരുഭൂമിയിൽ കൂടെ കടന്നുപോയ ആ യാത്ര അതിനു മുമ്പും ആരും അനുഭവിച്ചതായിട്ട് നമുക്കറിയത്തില്ല. അതിന് ശേഷവും അങ്ങനെ ഒരു ജനതയും മരുഭൂമിയിൽ കൂടെ ഉഴന്ന് നടന്നതായിട്ട് നമുക്കറിയത്തില്ല. പക്ഷെ ഇസ്രായേലിനെ ദൈവം നടത്തി. ഇസ്രായേലിനെ ദൈവം നടത്തിയത് എന്തിനാണെന്നറിയാമോ? ഇസ്രായേൽ ഗ്രഹിക്കണം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഞാനൊരു കാര്യം പറയാം. മറ്റാരും കടന്നു പോകാത്തതായ വഴികളിലൂടെ, മറ്റാരും അനുഭവിക്കാത്തതായ ചില എക്സ്പീരിയൻസുകൾ ദൈവം നിനക്ക് ജീവിതത്തിൽ തരുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ. അതിലൂടെ നീ ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റാരും എക്സ്പീരിയൻസ് ചെയ്യാത്ത,
മറ്റാരും കടന്നു പോകാത്ത, മറ്റാരും അനുഭവിക്കാത്ത ചില നന്മകൾ നിനക്ക് വേണ്ടി ഒരുക്കി നൽകുന്ന ദൈവമാണ് നിന്റെ കഷ്ടതയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? പ്രൈസലോ, ആ അധ്യായം നാം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നിന്റെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത, നീ അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞ കൊണ്ട് അവരെ ഭോഷിപ്പിച്ചവനായ ദൈവം. അവിടെയാണ് ദൈവിക പ്രവൃത്തിയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് മന്ന ദൈവം കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു. കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിന്റെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ല ഈ മന്നയെ പറ്റി, നീ അറിഞ്ഞിട്ടില്ല ഈ മന്നയെ പറ്റി, നിന്റെ പിതാക്കന്മാരും നീയും അറിയാത്തതായ മന്ന ദൈവത്തിന് കൊടുക്കുവാൻ ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ഇസ്രായേലിനെ 40 വർഷക്കാലം മരുഭൂമിയിൽ നടത്തി. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, 40 വർഷം മരുഭൂമിയിൽ നടന്നതുകൊണ്ട് പ്രൈസലോ മന്നയുടെ ടേസ്റ്റ് അറിയുവാൻ അവന് ഇടയായെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ചില പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. Because they never tasted the manna before. Their forefathers never tasted the taste of manna. But God is given this manna to these people because God has certain purpose behind it. ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കും 4 ദിവസം കൊണ്ട് യാത്ര ചെയ്യേണ്ടതായ, പ്രവേശിക്കേണ്ടതായ കനാൻ ദേശം. എന്തുകൊണ്ട് ഇസ്രായേൽ ജനം 40 ദിവസം നടന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒത്തിരി നെഗറ്റിവിറ്റികളാണ് നാം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എന്നാൽ ഒന്ന് ഓർക്കുക, 40 years they travel to the wilderness. You know that the God has a certain purpose and plan behind this wilderness journey. Praise God for that. ദൈവത്തിന് ആ യാത്രയുടെ പിന്നിൽ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ യാത്രയുടെ പിന്നിൽ ദൈവത്തിൻ്റെ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. ആ പ്ലാനാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത്. ഒന്നാമത് നാം കണ്ടത്, ദൈവം പറയുകയാണ്, നിങ്ങളെ തന്നെ താഴ്ത്തണം. രണ്ടാമത് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയുന്നതിനു വേണ്ടി. മൂന്നാമത് പറയുന്നത്, നിന്റെ പിതാക്കന്മാരും നീയും അനുഭവിച്ചിട്ടില്ലാത്ത മന്ന തന്നു നിന്നെ പോഷിപ്പിച്ചതിലൂടെ there is a spiritual lesson in that incident. ഒരു ആത്മീക അർത്ഥം കൂടെ ദൈവത്തിൻ്റെ വചനം അതിന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്നാ. ഇതേ വാക്യം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കാണുന്നു. കർത്താവ് പരീക്ഷിക്കപ്പെടുമ്പോൾ, ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം ഈ ഇതേ വാക്യം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരീക്ഷവേളയിൽ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കണ്ടോ, ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്. ഇസ്രായേലിനോട് പറയുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കും. അതാണ് ആത്മീകന്റെ പ്രത്യേകത. കേവലം അപ്പത്തിനു വേണ്ടി മാത്രമല്ല ഒരു ആത്മീകൻ ജീവിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇതാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കും. സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കും. ഇതോ ഒറ്റയടിക്ക് ഇസ്രായേലിനോട് പറഞ്ഞാൽ ഇസ്രായേലിന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ദൈവം അവരെന്ത് ചെയ്തു?
40 വർഷം നടത്തിച്ചു മരുഭൂമിയിലൂടെ. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ആ മന്നയുടെ പ്രത്യേകത അവരെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ? മന്നയെപ്പറ്റി പിന്നെ പഠിക്കുമ്പോൾ അത് കൊത്താമ്പരി പോലെ വെള്ളം നിറമുള്ളതും തേൻ കൂട്ടിയതായ ദോശയ്ക്ക് സമമാണ് എന്നവിടെ കാണുവാൻ കഴിയുന്നു. ഇതേ ആവർത്തന പുസ്തകത്തിൽ ഇതിനെ ദൈവവചനത്തോട് ഉപമിച്ചിരിക്കുന്നു. കാരണം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് പ്രൈസലോ ഇസ്രായേലേ നീ മനസ്സിലാക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു മരുഭൂമിയുടെ അവസ്ഥ ഉണ്ടാകണം. ദൈവവചനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ഒരു ജീവിതം ഒരു വ്യക്തിക്ക് നയിക്കണമെങ്കിൽ ഞാൻ പറയാം, ചില മരുഭൂമിയുടെ അവസ്ഥയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോയെങ്കിൽ മാത്രമേ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. ഇന്ന് നാം കാണുന്നത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ഒരു തലമുറയായി വിശ്വാസികൾ മാറിയിരിക്കുകയാണ്. We have to know the importance of word of God in our life. ദൈവവചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, Thy word settled in heaven. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. Praise the Lord. ഇസ്രായേലിനോട് പറയുകയാണ്, Why I took you in the wilderness? Because you should know the importance of the word of God. നീ ദൈവവചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയണം. You should know the importance of the word of God. You have to know the word of God settled in heaven. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. അടുത്ത അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? പ്രൈസ്ലോ 40 വർഷത്തെ യാത്രയുടെ ദൈവം ഉദ്ദേശിച്ച വേറൊരു കാര്യം എന്താണെന്നറിയാമോ? അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 8:16. എന്താണ് അവിടെ പറയുന്നത്? എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ദൈവം അവരെ മരുഭൂമിയിൽ കൂടെ നടത്തിയത്? പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യുവേണ്ടതിന്. അല്ലേ? 16-ാമത്തെ വാക്യത്തിൽ പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന്. ഇംഗ്ലീഷിൽ അപ്പോഴൊന്ന് വായിച്ചാട്ട്, വേഴ്സ് നമ്പർ 16. In the desert he gave you manna, eat food that your ancestors have never eaten. He sends hardship on you to test you, so that in the end he could bless you with good things. Amen. Praise the Lord. At the end of your journey, God wanted to bless you with goodness. So he gave them, he allowed them to walk through the wilderness. So മരുഭൂമിയുടെ അവസ്ഥയിലൂടെ അവർ കടന്നു പോയതിൻ്റെ ഒരു കാരണം, പിൽക്കാലത്ത്, അതായത് വരും കാലത്ത് നിങ്ങൾക്ക് നന്മ അനുഭവിക്കേണ്ടതിന് വേണ്ടിയാ. പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് വേണ്ടിയാ. നോക്കണമേ, നമ്മുടെ ജീവിതത്തിലും പ്രൈസല മരുഭൂമിയുടെ അവസ്ഥകൾ കടന്നു വരുമ്പോൾ, പരീക്ഷണ ഘട്ടനങ്ങൾ കടന്നു വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പിന്നിൽ ദൈവം ചെയ്യാൻ പോകുന്ന ചില നന്മകളുണ്ടെന്ന് മനസ്സിലാക്കുക. നിന്റെ പ്രതികൂലത്തിൻ്റെ മൊത്തത്തിൽ ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയുടെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി, പിൽക്കാലത്ത് at the end of their journey God wanted to do the goodness in their life. Because of that reason God took these people into the wilderness. Many times we will think that why God is allowing suffering in my life. Why God is allowing me to go through this such a painful situation. My dear friends, just I wanted to show from the scripture, look at the words number 16.
Praise the Lord. There we can see at the end of this journey, the Israel people is going to taste the goodness, as God is going to do the goodness in their life. അപ്പോൾ പിൽക്കാലത്ത് ദൈവത്തിന് നന്മ ചെയ്യേണ്ടതുണ്ട്. പിൽക്കാലത്തൊരു നന്മ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു. അതുകൊണ്ട് ദൈവം അവരെ എന്തു ചെയ്തു? മരുഭൂമിയിലൂടെ നടത്തി. ഇനി ആമോസ് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് 10. ആമോസിന്റെ പുസ്തകം ചാപ്റ്റർ 2 വേഴ്സ് 10. 2-ന്റെ 10. ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് പുറപ്പെടുവിച്ച് ആ അമോര്യരുടെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് ആ നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തി. At the third reason why God allowed wilderness journey in Israel life. Amos, the book of Amos chapter number 2 verse 10. There we can see the third reason for that. അമോര്യരുടെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് God wanted to give the inhabitants of Amorites, അമോര്യരുടെ ദേശത്തെ കൈവശമാക്കേണ്ടതിന്. അങ്ങനെയല്ലേ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്? 10. I brought you Ah. out of Egypt, Ah. lead you through Ah. the desert Ah. for 40 years, Ah. and give you the land of Amoria. And God wanted to give the land of Amorites to be your own land. See, look at the God's plan here. Why God took these people through the wilderness? Because God wanted to give the land of Amorites. അമോര്യയുടെ ദേശത്തെ ഇവർക്ക് കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു? ഇവരെ വിൽഡർനെസ്സിൽ കൂടെ നടത്തി. നോക്കൂ, ദൈവം മരുഭൂമിയിൽ കൂടെ ഇസ്രായേൽ ജനത്തെ നടത്തിയതിൻ്റെ ഉദ്ദേശം, why God took the people of Israel through the wilderness, because he wanted to give the land of Amorites. So my dear brothers and sisters, when you going through the suffering or pain or painful situation, you don't think like that. If God is not knowing that, but God is knowing, and God has a certain purpose behind that. God has some certain purpose behind it. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. Just think about the journey of Israel people. Just think about the journey of Israel people through the wilderness. And then go to the word of God. Deuteronomy chapter number 8 verse. Go to the word of God. Deuteronomy chapter number 8. Go to the whole chapter. You will get that answer. Why God took these people through the wilderness. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരൂ. 8-ാം അധ്യായം മുഴുവൻ നിങ്ങൾ പഠിക്കൂ. അപ്പോൾ മനസ്സിലാകുവാൻ പറ്റും ദൈവം എന്തിനാണ് ഇസ്രായേൽ ജനത്തെ എന്തു ചെയ്തത്? പ്രൈസല മരുഭൂമിയിലൂടെ നടത്തിയത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന ഒന്നാമത് പറഞ്ഞത് എന്താണ്? നിന്റെ ഹൃദയത്തിലുള്ളത് അറിയുന്നതിനു വേണ്ടി. God wanted to know your heart. God wanted to humble yourself. And God wanted to provide the manna for these people. And lastly, the word of God says that God wanted to give the land of Amorites. God wanted to
to do the goodness at the end of their life. ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി, ദൈവത്തിന് അവരെ മരുഭൂമിയിൽ കൂടെ നടത്തിയതിന് ദൈവത്തിനുള്ളതായ പദ്ധതി എന്ന് പറയുന്നത്, ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ താഴ്ത്തേണ്ടതിന്. 2 പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്ന് അറിയുന്നതിന് വേണ്ടി. 3-ാമതായിട്ട് പറയുന്നു നിന്റെ പിതാക്കന്മാരോ നീയോ ഇതുവരെ ഭക്ഷിച്ചിട്ടില്ലാത്തതായ മന്ന നിനക്ക് നൽകേണ്ടതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് വേണ്ടി. ആമോസ് പ്രവാചകൻ പറയുകയാണ് അമോര്യരുടെ ദേശം നിനക്ക് നൽകേണ്ടതിന് വേണ്ടി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിന് പിന്നിൽ ഒരു ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. When we are facing pain in our life or suffering in our life, think that God has a certain purpose behind it. God has a certain purpose behind it. Don't think that God is not with you. God is with you. God is with you always. ദൈവം നിങ്ങളോട് എപ്പോഴുമുണ്ട്. ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. God is with you always. Whatever situation you are facing, whatever problems you are facing, God is always with you because God has a certain purpose in your life. Like Israel people. ഇസ്രായേൽ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ ആ മരുഭൂമി യാത്രയ്ക്ക് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ, പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലൂടെ, വേദനയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. God has a certain purpose about you. Don't think that I am alone in this situation. God is with you, man. God is with you. Praise the Lord. Don't worry about that. Like a wilderness, like a painful situation, you may think that I am going through alone through this situation. But God is saying, I am with you. I am with you. Praise the Lord. When Israel people went through the wilderness, the word of God says that God has some certain purpose about it. Like that, God also has certain purpose about you. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ചില പദ്ധതികൾ നിറവേറുന്നതിന് വേണ്ടിയാണ് ഈ പ്രതികൂലത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത്. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. ഈ വേദനയിലൂടെ, ഈ പ്രശ്നത്തിലൂടെ, ഈ ഭാരത്തിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തിയതുപോലെ, ആ ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തിയതിന് പിന്നിൽ ദൈവത്തിന് പദ്ധതി ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളുടെ പിന്നിൽ, വേദനകളുടെ പിന്നിൽ, പ്രയാസങ്ങളുടെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും തിരിച്ചറിയുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.